ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ നിന്ന് ഇപ്രകാരം വായിക്കുന്നു: ദൂതൻ അവനോട്, സെഖരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവനെ യോഹന്നാൻ എന്ന പേരിടണം. ദൈവത്തിന് സ്തോത്രം. സെഖരിയാവ് പുരോഹിതനാണ്. സെഖരിയാവ് ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവനാണ്. ലേവി ഗോത്രക്കാരനാണ്. ലേവി ഗോത്രക്കാർ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കാൻ തുടങ്ങേണ്ടത് 30 വയസ്സിലാണ്. ഇവിടെ ഈ സെഖരിയാവ് ഇപ്പോൾ വാർദ്ധക്യത്തിലെത്തി. സെഖരിയാവ് നേരത്തെ മുതലേ ഒരു പ്രാർത്ഥനയുണ്ട്. സെഖരിയാവിൻ്റെ ഭാര്യയായ എലിസബത്ത് മച്ചിയായിരുന്നു. തനിക്കൊരു മകനെ കിട്ടണമെന്ന് സെഖരിയാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നീണ്ട വർഷങ്ങളായുള്ള പ്രാർത്ഥന. പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നവനായ സെഖരിയാവ് ഈ പ്രാർത്ഥനാ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മറുപടി കിട്ടിയില്ല. തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല. എന്നാൽ ഇപ്പോൾ വാർദ്ധക്യകാലത്ത് സെഖരിയാവ് മദ്ബഹായിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രധാന ദൂതനായ ഗബ്രിയേൽ ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് പ്രത്യക്ഷപ്പെട്ടവനായി കണ്ടു. ഈ ഗബ്രിയേലിനെ കണ്ട്, തേജോമയനായ ഗബ്രിയേലിനെ കണ്ട് ഭയപരവശനായി സെഖരിയാവ് നിൽക്കുകയാണ്, ഭ്രമിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഗബ്രിയേൽ സെഖരിയാവിനോട് പറയുന്നത്: സെഖരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അതൊരു വലിയ ഭാഗ്യമാണ് പ്രിയപ്പെട്ടവർ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക, ദൈവത്തിൽ നിന്ന് അതിന് മറുപടി കിട്ടുക, അതെത്രയോ ഭാഗ്യകരമായ അവസ്ഥയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ വാർദ്ധക്യത്തിൽ സെഖരിയാവിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നമുക്കും പ്രാർത്ഥിക്കാം: കർത്താവേ, ഇന്ന് അനേകർ തളർന്നിരിക്കുന്നുണ്ട്. ഞാൻ എത്രയോ നാളുകളായി പ്രാർത്ഥിക്കുന്നു, പക്ഷേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ലല്ലോ, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ, ദൈവം പ്രസാദിക്കുന്നില്ലേ. അനേകർ സംശയാലുക്കളായി, അനേകർ അവിശ്വാസികളായി, അനേകർ മുഖം കുമ്പിട്ടവരായിരിക്കുകയാണ്. എന്നാൽ സെഖരിയാവിന് നമ്മൾ ആരതയില്ല. വാർദ്ധക്യത്തിലെത്തിയിട്ടും സെഖരിയാവിൻ്റെ ഭാര്യയായ എലിസബത്ത് അഹ്റോൻ്റെ കുടുംബത്തിൽപ്പെട്ടവളാണ്, ലേവി ഗോത്രത്തിൽപ്പെട്ടവളാണ്, നല്ല പ്രത്യാശയുള്ളവളാണ്. അവരെക്കുറിച്ച് പ്രത്യേകിച്ച് വേറോസിൽ പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, സെഖരിയാവ് പുരോഹിതനാണ്. അവൻ്റെ ഭാര്യ അഹ്റോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന പേര്. തുടർന്ന് നാം വായിക്കുന്നത്: ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരുമായിരുന്നു. ന്യായപ്രമാണം ആചരിക്കുന്നവർ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീതിയുള്ളവർ, അവർക്ക് ലഭിച്ചിരിക്കുന്ന ന്യായപ്രമാണങ്ങളെല്ലാം ആചരിക്കുന്നവർ. എന്നാൽ എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു. ഇരുവരും വയസ്സി എന്നവരുമായിരുന്നു. ബുദ്ധിപരമായി ചിന്തിച്ചാൽ ഇനി മക്കളുണ്ടാകുവാനുള്ള സാധ്യത പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ഒരു വാർദ്ധക്യത്തിലായിരിക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് ഈ 11-ാമത്തെ വാക്യത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ, അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. നമുക്ക് വീണ്ടും അതിൻ്റെ 13-ാം വാക്യം വീണ്ടും വായിച്ചു കേൾക്കാം. ദൂതൻ അവനോട് പറഞ്ഞത്: സെഖരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എന്താണ് എൻ്റെ പ്രാർത്ഥനാ വിഷയം? വളരെ വ്യക്തമായി ഇവിടെ ഗബ്രിയേൽ മാലാഖ പറയുന്നുണ്ട്: നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന പേരിടണം. സ്വർഗത്തിൻ്റെ ആര്യാലോചനാ സഭയിലെ അരുളപ്പാടുകൾ ഗബ്രിയേൽ മാലാഖ സെഖരിയാവിനെ അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു പേരിടുന്ന കാര്യത്തിൽ പോലും സ്വർഗത്തിന് കൃത്യമായ കാര്യപരിപാടിയുണ്ട്, നാം മറക്കരുത്. പക്ഷെ നാം ഇതുപോലെ ചിന്തിക്കാറുണ്ടോ? നാം പ്രാർത്ഥിക്കുമ്പോഴോ ദൈവഹിതപ്രകാരമാണോ എന്നറിയാറുണ്ടോ? നാം മക്കൾക്ക് പേരിടുമ്പോൾ ദൈവഹിതം എന്താണെന്ന് നാം അറിയാറുണ്ടോ? നാം വളരെ ഭയത്തോടെ ഈ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതാണ്.
എന്നാൽ വിശ്വാസികളായിട്ടാണോ ജീവിക്കുന്നത്? എല്ലാം കൃത്യമായി ഗബ്രിയേൽ പറഞ്ഞു കൊടുത്തു. അവന് യോഹന്നാൻ എന്ന പേരിടണം. നമുക്ക് അടുത്ത വാക്യം വായിക്കാം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. സഖരിയാവേ, നിന്റെ ജീവിതത്തിൽ നിനക്ക് മക്കളില്ലാത്തത് കൊണ്ട് നിനക്ക് സന്തോഷവും ഉല്ലാസവും ഇല്ല, എനിക്കറിയാം. എന്നാൽ ഈ വാർദ്ധക്യകാലത്ത് നിനക്ക് ഞാൻ സന്തോഷവും ഉല്ലാസവും തരും. നിത്യനായ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രവാചകന് കിട്ടുകയാണ്, സഖരിയാവിന് കിട്ടുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ഈ വാർദ്ധക്യത്തിൽ നിനക്ക് ഞാൻ സന്തോഷവും ഉല്ലാസവും തരും. പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യകാലത്ത് നരയ്ക്കുവോളം ചുമക്കാമെന്ന് വാക്ക് പറഞ്ഞവൻ, വാക്ക് മാറാത്തവൻ, അവരുടെ ഈ വാർദ്ധക്യകാലത്ത് സഖരിയാവിന് സന്തോഷവും ഉല്ലാസവും കൊടുക്കുകയാണ്. വീണ്ടും 15-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ദൈവത്തിന് സ്തോത്രം. നിനക്ക് ജനിക്കുവാൻ പോകുന്ന കുഞ്ഞ്, അവനെക്കുറിച്ച് സ്വർഗത്തിൻ്റെ അരുളപ്പാട് നിങ്ങൾ കേട്ടോ. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. വാസ്തവത്തിൽ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനാ വിഷയങ്ങൾ ഇന്ന് എത്ര പേർക്കതുണ്ട്? ഈ ലോകത്തിൽ വളരണം, ഈ ലോകത്തിൽ വലിയവനാകണം, ഈ ലോകത്തിൽ ബുദ്ധിശാലിയാകണം, ഹീറോയാകണം. പലതും നാം ചിന്തിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, പ്രവർത്തിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്താണ് പറയുന്നത്? അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. ലോകത്തിന് വേണ്ടാത്തവനായിരിക്കും, പക്ഷേ അവൻ ദൈവസന്നിധിയിൽ വലിയവനാകും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. അവൻ ദൈവത്തിന് നാസീറായിരിക്കും, ദൈവത്തിന് വേണ്ടി വേദറിഞ്ഞവനായിരിക്കും. ഇത് വാസ്തവത്തിൽ ഒരു വിശ്വാസിയുടെ പ്രതീകമാണ്. ഒരു വിശ്വാസി അങ്ങനെ ആയിരിക്കേണ്ടതാണ്. ഈ ഭൂമിയിൽ എത്രയോ കോടാനുകൂടി മനുഷ്യരുണ്ട്. എന്നാൽ ഒരു വിശ്വാസി, ഒരു ദൈവത്തിൻ്റെ പൈതൽ, അവൻ ദൈവത്തിന് വേണ്ടി വിളിച്ച് വേദനിക്കപ്പെട്ടവനാണ്. അവൻ ദൈവത്തിൻ്റെ വ്രതസ്ഥനായിരിക്കേണ്ടതാണ്. അവൻ ദൈവത്തിൻ്റെ നാസീറായിരിക്കേണ്ടതാണ്. ആ ജീവനാന്ത ദൈവത്തിന് നാസീറായിരിക്കേണ്ടതാണ്. അവൻ വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവോട് നിറയും. ദൈവത്തിന് സ്തോത്രം. അവൻ വീഞ്ഞോ മദ്യമോ കുടിക്കുകയില്ല, അവൻ അരുതാത്ത ഒന്നും ചെയ്യുകയില്ല. അവൻ കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കും. മാത്രമല്ല, ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവോട് നിറയും. ദൈവത്തിന് സ്തോത്രം. അരുളപ്പാടുകൾ കിട്ടുകയാണ്. എലിസബത്ത് ഈ യോഹന്നാനെ ഗർഭം ധരിച്ചിട്ട് പോലുമില്ല. പക്ഷേ സ്വർഗത്തിൻ്റെ അരുളപ്പാടുകൾ പിതാവായ സഖരിയാ പുരോഹിതന് കിട്ടി. അവൻ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവോട് നിറയും. നമുക്ക് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 30-31 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, 30-31 വാക്യങ്ങൾ. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. സ്തോത്രം. ഗബ്രിയേൽ മാലാഖ സഖരിയാ പുരോഹിതന് വെളിപ്പെട്ടതിന് 6 മാസം കഴിഞ്ഞപ്പോൾ, സ്തോത്രം, എനിക്കൊരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാനുണ്ട്. സഖരിയാവ് എത്രയോ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇതുവരെ ഉത്തരം കിട്ടാഞ്ഞത്? അത് സ്വർഗത്തിൻ്റെ കാര്യപരിപാടിയാണ്. പലരും അത് അറിയുന്നില്ല. യേശുക്രിസ്തുവിനെ വഴിയൊരുക്കുവാൻ വേണ്ടി യേശുക്രിസ്തുവിനേക്കാൾ 6 മാസം കൂടുതൽ പ്രായമുള്ളവനായി പിറക്കേണ്ടവനാണ് ഈ യോഹന്നാൻ. അതതിൻ്റെ കൃത്യമായ സമയത്ത് തന്നെ ദൈവം നിർവഹിക്കും. ഒരിക്കലും താമസിക്കുകയുമില്ല. കൃത്യസമയത്ത് തന്നെ 6-ാം മാസത്തിൽ, അങ്ങനെയാണ് നാം 26-ാം വാക്യത്തിൽ കാണുന്നത്. ഗബ്രിയേൽ മാലാഖ സഖരിയാവിന് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 6-ാം മാസത്തിൽ ഇതാ കന്യകയായ മറിയമിൻ്റെ അടുക്കൽ വന്നിട്ട് മറിയയോട് പറഞ്ഞു. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ അയച്ചു. ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്നു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇതെന്തോ ഒരു വന്ദനമെന്ന് വിചാരിച്ചു. അടുത്ത വാക്യം. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേർ വിളിക്കണം. സ്തോത്രം. എലിസബത്ത് വാർദ്ധക്യത്തിലെത്തി, പ്രസവിക്കുവാനുള്ളതായ സകല സാധ്യതകളും കഴിഞ്ഞു. എന്നാൽ ഇവിടെ ഗബ്രിയേൽ മാലാഖ കന്യകയായി മറിയമിൻ്റെ അടുക്കൽ വരുമ്പോൾ വിവാഹം പോലും നടന്നിട്ടില്ല. യോസേപ്പിന് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ, വിവാഹം നടന്നിട്ടില്ല.
ഒരിക്കലും ഗർഭം ധരിക്കാനുള്ള സാധ്യതയില്ല. അവിടെ കന്യകയായ മറിയയോട് ഗബ്രിയേൽ മലാഖ പറയുകയാണ്, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് പ്രധാന കാര്യം. ദൈവത്തിൻ്റെ കൃപ ലഭിക്കുക. ആ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നാം മുഴങ്കാലിരിക്കേണ്ടവരാണ്. ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ യാതനയോടെ ഇരിക്കേണ്ടവരാണ് ഓരോരുത്തരും. ആ കൃപ ലഭിച്ചാൽ, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചാൽ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. ഈ കൃപയ്ക്ക് വേണ്ടിയാണ് നാം കാത്തിരിക്കേണ്ടവർ. നാം ഒരു അത്ഭുത വിഷയമായി തലമുറ നിൽക്കേണ്ടവരാണ്. നാം ക്രിസ്തുവിൻ്റെ മുഖപത്രമായി തലമുറയിൽ നിൽക്കേണ്ടവരാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നാം ദൈവത്തിൻ്റെ ശബ്ദമായി തലമുറ നിൽക്കേണ്ടവരാണ്. ദൈവം ആരാണ് എന്ന് ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക നമ്മുടെ ജീവിതം കൊണ്ട് നാം കാണിച്ചു കൊടുക്കേണ്ടവരാണ്. അങ്ങനെ നിൽക്കേണ്ടവരാണ് നാം. അതുതന്നെയാണ് കന്യകയായ മറിയയോട് പറയുന്നത്, കൃപ ലഭിച്ചവളേ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആരില്ലെങ്കിൽ എന്താ? ആരോരും ഇല്ലാത്തവളാണെങ്കിൽ എന്താ? കർത്താവ് നിന്നോടുകൂടെ. ഈ മനോഭാവം നമുക്ക് എത്ര പേർക്കുണ്ട്? ആരുണ്ടെങ്കിലെന്ത്, ആരില്ലെങ്കിലെന്ത്? എനിക്കെന്തെല്ലാം ഉണ്ടെങ്കിലെന്ത്, എനിക്കൊന്നും ഇല്ലെങ്കിലെന്ത്? കർത്താവിൻ്റെ സാന്നിധ്യം എനിക്കുണ്ടോ? നിത്യനായ ദൈവം, സ്നേഹവാനായ ദൈവം എന്നോടുകൂടെ ഉണ്ടോ? അതിന് നാം മുൻതൂക്കം കൊടുക്കാറുണ്ടോ? അതിനോടൊരു പ്രാർത്ഥനാ വിഷയമാണോ? അതിനുവേണ്ടി നാം മുട്ടിന്മേൽ അധ്വാനിക്കാറുണ്ടോ? പോരാടാറുണ്ടോ? നിങ്ങൾ ഓരോരുത്തരും ശാന്തമായി ചിന്തിക്കുക. നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. സ്വർഗത്തിൻ്റെ അരുളപ്പാട് ദൈവം മനുഷ്യനെ അറിയിക്കുകയാണ്. അക്ഷരം പ്രതി അനുസരിക്കേണ്ട ദൈവമക്കളുള്ളതായ ദേശങ്ങൾ, ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത്, കൂട്ടായ്മകൾ അനുഗ്രഹിക്കപ്പെട്ടത്. ഞാൻ എൻ്റെ കൂട്ടായ്മയ്ക്കൊരു അനുഗ്രഹമാണോ? ഞാൻ ദൈവത്തിന് ഒരാശ്വാസമാണോ? ഞാൻ ഈ തലമുറയിലെ കർത്താവിൻ്റെ ഒരു ആശ്വാസ പുത്രിയാണോ? നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നല്ലതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 1:36. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു, മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവര്, ഈ മറിയയുടെ ആൻറ്റിയാണ് എലിസബത്ത്. ചാർച്ചക്കാരത്തിയാണ്. മറിയയ്ക്ക് നല്ലതുപോലെ അറിയാവുന്നവളാണ്. ഗർഭം ധരിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ നിൽക്കുന്ന മറിയാം, ഗർഭം ധരിക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത തൻ്റെ ചാർച്ചക്കാരത്തിയായ എലിസബത്ത്, വാർദ്ധക്യത്തിലെത്തിയ എലിസബത്ത്, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നു. ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവം, സ്നേഹവാനായ ദൈവം മറിയാമിന് ഉറപ്പ് കൊടുത്തു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ, കൃത്യമായി പറഞ്ഞു കൊടുത്തു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസമാകുന്നു. അതിൻ്റെ 67 ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 67-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവന്റെ അപ്പനായ സഖര്യാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത്, സഖര്യാവേ ഭയപ്പെടേണ്ട, അതിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇപ്പോൾ എന്ത് കിട്ടി പ്രിയപ്പെട്ടവരെ? വചനം വിശ്വസിച്ചുകൊണ്ട് സഖര്യാവ് ദൈവസന്നിധിയിൽ താണിരുന്നപ്പോൾ ഇവിടെ വായിക്കുന്നു, സഖര്യാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിക്കാൻ തുടങ്ങി. പ്രവചന വരം കിട്ടി. പുരോഹിതനായ സഖര്യാവ് ഇപ്പോൾ പ്രവചിക്കാൻ തുടങ്ങി. അവൻ പരിശുദ്ധാത്മ നിറമുള്ളവനായി മാറി. മാത്രമല്ല, അവന് കിട്ടിയതായ കുഞ്ഞ് യോഹന്നാൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. ഇപ്പോൾ സഖര്യാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രവചിക്കാൻ തുടങ്ങി. ലൂക്കോസ് 1:76 നമുക്ക് വായിച്ചു കേൾക്കാം. 1:76. നീയോ പൈതലെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. ഇതാ സഖര്യാവ്, അപ്പനായ സഖര്യാവ് തന്റെ മകനെ കുറിച്ച് പ്രവചിക്കുകയാണ്. നീയോ പൈതല് അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. സ്തോത്രം. എത്ര അഭിമാനത്തോടെയാണ് പിതാവ് തൻ്റെ മകന് വേണ്ടി പ്രവചിക്കുന്നത്. അങ്ങനെയുള്ള മക്കൾ നമുക്കുണ്ടോ? അങ്ങനെയുള്ള മക്കളാണോ? നിങ്ങൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് അങ്ങനെയുള്ള മക്കളെയാണ് വേണ്ടത്. നാം ദൈവത്തിന് അങ്ങനെയുള്ള മക്കളായി തീരുകയാണ് വേണ്ടത്. നമുക്ക് വീണ്ടും 80-ാം വാക്യം വായിക്കാം. ലൂക്കോസ് 1:80. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കുന്ന ആൾ വരെ മരുഭൂമിയിലായിരുന്നു. ദൈവം കണ്ട ദൈവവേദിലായ യോഹന്നാൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹെരോദ രാജാവ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന്
വിദ്വാൻമാർ ഹെരോദാവിനോട് ചോദിച്ചപ്പോൾ ഭയപരവശനായ ഹെരോദാവ്, ഇവിടെ ഞാനാണ് രാജാവ്, ഇവിടെ വേറെ രാജാവ് വേണ്ട. എന്നാൽ അവനതെല്ലാം മനസ്സിൽ ഒതുക്കി വെച്ചുകൊണ്ട് വിദ്വാൻമാരോട് പറഞ്ഞു, നിങ്ങൾ അവനെ പോയി അന്വേഷിപ്പീൻ, ഈ യേശു കുഞ്ഞിനെ നിങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങൾ വന്ന് വിവരം പറയുകയും എനിക്കും അവനെ പോയി നമസ്കരിക്കാനാണ്. കാപഠ്യമായിരുന്നു, അവനെ കൊല്ലാനുള്ള തീരുമാനമായിരുന്നു. എന്നാൽ വിദ്വാൻമാർക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയത് കൊണ്ട് അവരത് അനുസരിച്ചത് കൊണ്ട് വേറെ വഴിയായി ഇവർ പോയി. ദൈവത്തിനെ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് പുതിയ വഴികൾ കിട്ടും, നിനക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കിട്ടും. നിന്നെ പഴയ വഴികൾ വിട്ട് നീ പുതിയ ജീവിതം തുടങ്ങും. ഒരുത്തന് ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതാക്കപ്പെടുന്നു. വിദ്വാൻമാർ പുതിയ വഴിയിലൂടെ വേറെ വഴിയായി അവർ പോയി. എന്നാൽ ഹെരോദാവ് ഉഗ്രമായ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, 2 വയസ്സ് മുതൽ താഴെയുമുള്ള സകല ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയണം. അന്ന് യേശുവിന് വഴിയൊരുക്കുവാൻ ജനിച്ച ഈ യോഹന്നാന് 2 വയസ്സ് തികഞ്ഞിട്ടില്ല. വാർദ്ധക്യത്തിൽ തനിക്ക് കിട്ടിയ കുഞ്ഞിനെ മാറത്തടിക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ എലിസബത്ത്. എന്നാൽ ഹെരോദാവിൻ്റെ കൽപ്പന ഭയപ്പെട്ട് ഈ എലിസബത്ത് തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മരുഭൂമിയിലേക്ക് ഓടി എന്നാണ് പാരമ്പര്യം പറയുന്നത്. മരുഭൂമിയിൽ ചെന്ന് അവിടുത്തെ കുറ്റിക്കാടിൻ്റെ ഇടയിൽ ആ കുഞ്ഞിനെ ഒളിപ്പിച്ചു. ഇല്ലെങ്കിൽ ഹെരോദാവിൻ്റെ കിങ്കരന്മാർ വന്ന് കുഞ്ഞിനെ കൊല്ലും, തന്നെയും കൊല്ലും. അമ്മ ആ കുഞ്ഞിനെ അവിടെ ഒളിപ്പിച്ചിട്ട് അവൾ മാറിക്കളഞ്ഞു. ആ കുഞ്ഞ് മരുഭൂമിയിൽ വളർന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാം പ്രതികൂലം തന്നെ, പക്ഷേ ദൈവം കണ്ട ദൈവവേദനെ വളർത്താൻ ദൈവമുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും തളരരുത്. എനിക്കാരും ഇല്ലല്ലോ, ഞാൻ അനാഥനാണല്ലോ നിങ്ങൾ പറയരുത്. എനിക്ക് സാമ്പത്തിക സ്ഥിതിയില്ലല്ലോ, എനിക്ക് വിദ്യാഭ്യാസമില്ലല്ലോ, എനിക്ക് സൗന്ദര്യമില്ലല്ലോ, എനിക്ക് ജോലിയില്ലല്ലോ, എനിക്ക് ശമ്പളമില്ലല്ലോ, ഇതൊന്നും നിങ്ങളൊന്നും പറഞ്ഞേക്കരുത്. പ്രിയപ്പെട്ടവരെ, ദൈവം കണ്ട ദൈവത്തിലാണെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം കരുതിക്കൊള്ളും. മരുഭൂമിയിലെ കുറ്റിക്കാട്ടിൽ കിടക്കുന്ന കുഞ്ഞ്, 2 വയസ്സിൽ താഴെ പ്രായമുള്ള പിഞ്ചു കുഞ്ഞ് ആ മരുഭൂമിയിൽ കരയുമ്പോൾ പാരമ്പര്യം പറയുന്നു, യഹൂദ പാരമ്പര്യം പറയുന്നു, ആ കുഞ്ഞിൻ്റെ നിലവിളി കേട്ട് മലയിൽ നിന്ന് കാട്ടാട് ഇറങ്ങി വരും. ആ കാട്ടാട് ഇറങ്ങി വന്ന് ഈ കുഞ്ഞിനെ കുടിപ്പിക്കും. ആ കാട്ടാടിൻ്റെ പാല് കുടിച്ച് ആ കുഞ്ഞ് വളരും. സ്തോത്രം. വളർത്താനൊരു ദൈവമുണ്ട്. മരുഭൂമിയിൽ നമ്മെ വളർത്താനൊരു ദൈവമുണ്ട്. വിശ്വസിക്കാൻ ആരെല്ലാം ഉണ്ട്. എന്നെ നോക്കാനൊരു ദൈവമുണ്ട്. എനിക്ക് ആരുമില്ലെങ്കിലും ദൈവമുണ്ട്. ഉറപ്പേറെ വിശ്വാസമാർക്കെല്ലാം ഉണ്ട്. അവിടെ വായിക്കുന്നത് അതാണ് 80-ാം വാക്യത്തിൽ, പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, അവൻ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിലായിരുന്നു. പൗരോഹിത്യ ശുശ്രൂഷ 30-ാമത്തെ വയസ്സിൽ ആരംഭിക്കുന്നു. യോഹന്നാൻ 30-ാമത്തെ വയസ്സിൽ ഇതാ യഹൂദ്യ യോർദാന്റെ കരയിലേക്ക് വരുമ്പോൾ അതുവരെയും യോഹന്നാൻ മരുഭൂമിയിലായിരുന്നു. അവൻ ആത്മാവിൽ ബലപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ അവനെ കൈകളിൽ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ യോഹന്നാൻ ധൈര്യസമേതം യോർദാന്റെ കരയിലേക്ക് വന്നു. നമുക്ക് വീണ്ടും വായിക്കാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, യോഹന്നാന് ഒട്ടകരോപം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. അവൻ്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതരുമായിരുന്നു. നല്ല പ്രാഗൽഭ്യത്തോടെ, ആത്മാവിൻ്റെ പ്രാഗൽഭ്യത്തോട്, ആത്മനിറവോട് യോർദാൻ നദിയുടെ കരയിലേക്ക് നടന്നു വന്ന യോഹന്നാൻ സ്നാപകൻ, അവൻ ധരിച്ചിരിക്കുന്നത് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പാണ്, അരയിൽ തോൽവാറുണ്ട്. അവൻ്റെ ഭക്ഷണമോ വെട്ടുക്കിളിയും കാട്ടുതരുമായിരുന്നു. ഇതൊന്നും വിഷയമല്ല. ആത്മനിറവിൽ അവൻ ജനത്തിന് വെളിപ്പെട്ടു. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം ആദ്യത്തെ 2 വാക്യങ്ങൾ നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കുന്നത് നല്ലതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. തിബരിയാസ് കൈസരുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പെന്തിയോസ് പീലാത്തോസ് യഹൂദ്യ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവൻ്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതുര്യത്രഖോനി തീരദേശങ്ങളിലും ലുസാന്യാസ് അബിയേനയിലും പ്രഭുക്കന്മാരും ഹന്നാവും കയ്യാഫാവും മഹാപുരോഹിതന്മാരും ആയും ഇരിക്കും കാലം സെഖര്യാവിൻ്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. യഹൂദദേശത്ത് മാത്രമല്ല, അപ്രദേശങ്ങളിലുള്ള ഭരണകർത്താക്കളുടെ എല്ലാം പേര് പറഞ്ഞു.
അവിടെയുള്ള ഇടപ്രഭുക്കന്മാരുടെ പേരുകൾ പറഞ്ഞു, അവിടെയുള്ളതായ ഗവർണേഴ്സിൻ്റെ പേരുകൾ പറഞ്ഞു, അന്ന് ദൈവാലയത്തിലുള്ളതായ മഹാപുരോഹിതന്മാരുടെ പേരുകൾ പറഞ്ഞു. പക്ഷെ ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയത് ആർക്കാണ്? രാജാക്കന്മാർക്കല്ല, ഇടപ്രഭുക്കന്മാർക്കല്ല, ഗവർണർമാർക്കല്ല, മഹാപുരോഹിതന്മാർക്കുമല്ല. ആർക്കാണ് കിട്ടിയത്? സഖരിയാവിൻ്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. പ്രിയപ്പെട്ടവരെ, ദൈവമായുള്ള ബന്ധം യോഹന്നാന് കിട്ടി. സഖരിയാവേ ഇതിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ദൈവത്തിലെ ഇതിൻ്റെ പ്രാർത്ഥനാ വിഷയം മാറിയോ? ദൈവം നിന്നിൽ പ്രസാദിക്കുന്നുണ്ടോ? ദൈവം നിനക്ക് തന്നതായ സന്തതി, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ദൈവം ഇതിലാണോ? സ്തോത്രം. യോഹന്നാന് അരുളപ്പാടുണ്ടായി, മരുഭൂമിയിൽ വെച്ച ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. നമ്മളുടെ വ്യക്തമായി കാണുന്നു. നമുക്ക് വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാൻ യോർദാൻ നദിയുടെ കരയിൽ നിന്നുകൊണ്ട് മാനസാന്തര സ്നാനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 7-ാം വാക്യം, തൻ്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. തൻ്റെ അടുക്കിലേക്ക് സ്നാനത്തിനായി വരുന്ന പരീശന്മാരെ നോക്കിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ വളരെ വ്യക്തമായി പരീശന്മാരെയും സാധൂക്കരെയും നോക്കിക്കൊണ്ട് അവരെന്താണ് വരുന്നതെന്ന് യോഹന്നാൻ സ്നാപകൻ അറിയാം. ഞങ്ങൾക്ക് സ്ഥാനമാനങ്ങളുണ്ട്, ഞങ്ങൾ സാധൂക്കരാണ്, ഞങ്ങൾ പരീശരാണ്, ഞങ്ങൾക്ക് സ്ഥാനമാനങ്ങളെല്ലാം ഉണ്ട്, സഭയിലെ ഉന്നതമായ സ്ഥാനമുണ്ട്. പരിശുദ്ധാത്മ നിറവുള്ള യോഹന്നാൻ സ്നാപകൻ്റെ കയ്യാൽ ഒരു സ്നാനം കിട്ടുകയാണെങ്കിൽ അത് ഒരു ബഹുമതിയായി കാണാം. ജനം ഞങ്ങളെ ബഹുമാനിച്ചോളും. ഇത് മാത്രമാണ് അവരുടെ ഉള്ളത്തിലെ ചിന്ത. അതിനുവേണ്ടി അവരുടെ യോഹന്നാൻ്റെ അടുക്കിലേക്ക് വരുന്ന അവരുടെ പരീശന്മാരെയും സാധുക്കളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, സർപ്പസന്തതികളെ, യാതൊരു മടിയുമില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോടെ എതിർത്ത് നിൽക്കണം. അങ്ങനെ ഒരു ക്രിസ്ത്യാനിയെ കണ്ടുകിട്ടാനുണ്ടോ? സഹോദരങ്ങളെ, ശാന്തമായി നാം ചിന്തിക്കേണ്ടതാണ്. സർപ്പസന്തതികളെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് വരുവാൻ പോകുന്ന വലിയ ദൈവകോപം, അതിൽ നിന്ന് മാറുവാൻ നിങ്ങൾക്ക് പ്ലാനുണ്ടോ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലമാണ് കായ്ക്കേണ്ടത്. പുറമേയുള്ള ഭക്തിയുടെ വേഷമൊന്നുമല്ല വേണ്ടത്. വളരെ വ്യക്തമായി പറഞ്ഞു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അന്നത്തെ കാലത്ത് ചെരുപ്പിൻ്റെ വാറഴിക്കുന്നത് ദാസനാണ്. പരിശുദ്ധാത്മ നിറവുള്ള യോഹന്നാൻ സ്നാപകൻ, മരുഭൂമിയിൽ ദൈവം വളർത്തിയ യോഹന്നാൻ സ്നാപകൻ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നാസീറായിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അന്നത്തെ കാലത്ത് യജമാനൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുന്നത് ദാസനാണ്. ആ യജമാനൻ്റെ ഒരു ദാസനായിരിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്ന യോഹന്നാൻ സ്നാപകൻ. ആത്മനിറവിൻ്റെ ലക്ഷണം അതാണ്. പരിശുദ്ധാത്മ നിറവിൻ്റെ ലക്ഷണം അതാണ്. ഒരു സാക്ഷാൽ ദൈവത്തിൻ്റെ ലക്ഷണം അതാണ്. ദൈവമക്കളെ അങ്ങനെ ഇന്ന് ഈ തലമുറയിൽ കാണുവാനുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിനെക്കുറിച്ച് തൻ്റെ പരസ്യ ശുശ്രൂഷകളിൽ പറഞ്ഞു, മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? കർത്താവിൻ്റെ 2-ാമത്തെ വരയിൽ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവായ യേശുക്രിസ്തു ചോദിച്ചു. ഈ തലമുറയിലേക്ക് നിങ്ങൾ നോക്കുവീൻ. വചനം കേൾക്കുന്ന സഹോദരി സഹോദരികളെ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തിരിച്ചു നോക്കുവീൻ. ഞാൻ യഥാർത്ഥ വിശ്വാസിയോ? ഞാൻ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവനോ? ദൈവത്തിന് സ്തോത്രം സ്വയം താഴ്ത്തുന്നവരോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ എന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവരുടെ ശബ്ദം ഞാനാകുന്നു. നീ ആരാകുന്നു എന്ന് അനേകർ വന്ന് യോഹന്നാനോട് ചോദിച്ചു. നീ ആരാണ്? നീ യേശുവാണോ? നീ മശിഹായാണോ? നീ ഏലിയാവാണോ? നീ പ്രവാചകന്മാരാരെങ്കിലുമാണോ? എന്താണ് യോഹന്നാൻ്റെ മറുപടി? യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി നേരെയാക്കുവീനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഞാനാകുന്നു. സ്തോത്രം. കർത്താവിന് വഴിയൊരുക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. കർത്താവിന് 2-ാമത്തെ വരവിന് വേണ്ടി അനേകരെ ഒരുക്കേണ്ടവരാണ് നാം ഓരോരുത്തരും.
ആത്മാക്കളെ നേടേണ്ടവരാണ് നാം ഓരോരുത്തരും. നാം ആത്മാക്കളെ നേടി തുടങ്ങിയോ പ്രിയപ്പെട്ടവർ? ആത്മാക്കളെ നേടുന്നവർക്കാണ് പ്രതിഫലം, അവർക്കാണ് കൂലി കിട്ടുന്നത്. നാം കൂലിക്ക് യോഗ്യരായോ പ്രിയപ്പെട്ടവർ? ആത്മാക്കളെ നേടുക എന്നുള്ളത് നമ്മുടെ ചിന്താ വിഷയമാണോ? നമ്മുടെ ഇതുവരെയുള്ള ജീവിതം കൊണ്ട് എത്ര പേര് ക്രിസ്തുവിനെ കണ്ടു, കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു? നിങ്ങൾ ശാന്തമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം പറഞ്ഞു: എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ദൈവത്തെ ഉയർത്തുകയാണ്. എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുൻപേ ഉള്ളവനാണ്. അതേ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു: ഇത് ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ ശിഷ്യന്മാരായ 2 പേര്, യോഹന്നാനും അന്ത്രയോസും, യോഹന്നാനെ വിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോകുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മാക്കളെ നേടാം. യോഹന്നാൻ സ്നാപകരെ പോലെ ഈ തലമുറയിൽ നമുക്ക് കർത്താവിൻ്റെ സാക്ഷികളായി നിൽക്കാം. നിങ്ങൾക്ക് മനസ്സുണ്ടോ? നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. നമുക്കിപ്പോൾ ദൈവസ്ത്രീ നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആയിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളിപ്പോൾ ഞങ്ങളെ തന്നെ താഴ്ത്തി തരുന്നു. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ പകർന്നു തരണമേ. കർത്താവേ, നിൻ്റെ ഹിതപ്രകാരം ഈ തലമുറയിൽ അവശേഷിക്കുന്ന ആളുകൾ ജീവിപ്പാൻ കൃപ ഞങ്ങൾക്ക് തരണമേ. ആത്മാക്കളെ നേടുവാൻ ഭാഗ്യം തരണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. മാനവും മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ.